എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചെരക്കാറമ്പ് സ്കൂളിൽ പിന്നെ കോയാക്കിയും കുഞ്ഞാപ്പും വരുന്നുണ്ട് പറഞ്ഞിട്ട് അത് കാണാൻ കൂടെ പോയതിൻ്റെ വിശേഷമാണ് കേട്ടോ. അവിടെ സ്കൂളിൽ വാർഷികവും പിന്നെ ഓല് വരുന്നതും കൂടി ആയിരുന്നു കേട്ടോ. രാവിലെ അന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പത്തിരിയൊക്കെ കുഴച്ച് പിന്നെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മയാണ് കുഴച്ചത്. അപ്പോൾ പരത്തി ഉമ്മേനെ ചുടുന്നത് ഞാൻ പരത്തി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. കറി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഇതുകൊണ്ട് ഒരുവിധമൊക്കെ എല്ലാവരും അടുപ്പത്ത് തന്നെ ആയിരിക്കും. പത്തിരി ചുടുമ്പോഴേക്ക് ഇതാ ചായ ഇവിടെ തിളക്കുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടെ എടുത്തിട്ട് പുറത്ത് തിണ്ടത്തിരുന്നിട്ടാണ് കേട്ടോ ചായ അടിക്കണം, ഉള്ളിലല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ പുറത്ത് തിണ്ടത്തേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടി ഇതാണ്. പിന്നെ ഉച്ചക്കത്തൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം നാത്തൂൻ്റെ വീട് പിന്നെ പുത്തനങ്ങാടിയാണ്. അപ്പോൾ ഓലെ മാമൻ്റെ സ്കൂളാണ്. അവർ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അടുപ്പുറത്ത് പാലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുകയാണ്. ഇതിങ്ങനെ സൗണ്ട് ഓഫ് ആവണത് അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ മ്യൂസിക്കുകൾ വരുന്നുണ്ട്. ഈ വണ്ടികളതൊക്കെ എത്ര. അപ്പം ഞാൻ കോപ്പിറൈറ്റ് വേണ്ട വെച്ചിട്ടാണ് അടിയിൽ സൗണ്ടും അടിയിൽ സൗണ്ടില്ലാതെ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു മ്യൂസിക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം പാലത്തിൻ്റെയാണ് കേട്ടോ. പാലത്തിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ എപ്പോഴും ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് ബ്ലോക്കായിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് തന്നെ ഉണ്ടാവില്ല. നാല് മണിക്കാണ് അവിടെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ. കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവർ വരുന്ന സമയം പറഞ്ഞതൊരു 8 മണിയൊക്കെയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പത്തിനൊക്കെ ഒരു 8 മണിയൊക്കെ 8:15 ആയപ്പത്തിന് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരൊന്നും എത്തിയിട്ടുണ്ടായില്ല. കുട്ടികളെ പരിപാടി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പാലത്തുമെന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചപ്പത്തിന് വലിയ സ്റ്റേജിന്മേൽ കയറിയിട്ടുണ്ടായിട്ട് ഞങ്ങൾ വന്നതൊന്നും കണ്ടില്ല. പിന്നെ അവർ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മ്യൂസിക് ഓണാക്കിയിട്ട്. പക്ഷേ അതൊന്നും ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല. ഒരു പറയണത് മാത്രമേ പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിക്കണോ? ഇല്ല. AC വരുന്നുണ്ട്. അപ്പോ എന്തായാലും വേറെന്താ പറയാൻ, കളറാ സന്തോഷമുണ്ട്. നമ്മളെ ഈ പ്രോഗ്രാമിന് വിളിച്ചിട്ടും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് നമുക്കിതാ ഈ സ്റ്റേജ് വരെ എത്താൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു കൈയ്യടി അടിക്കും. ഓര് എന്തെങ്കിലും തയ്യാറാണ് പോരെ. അപ്പൊ എന്താ വേണ്ടത്? എന്ത് ചെയ്തിട്ട് വേണമെങ്കിലും പോകും. നിങ്ങൾ വേണ്ട വേണ്ട ആ 2 സാധനം മാത്രം കൊടുത്തിട്ടില്ല. സൈനില്ല, ഓട്ടച്ചെരുപ്പില്ല, മുണ്ടല്ലേ. വേറെ കാര്യം ഇന്നത്തെ ദിവസം സൈനി ഓട്ടച്ചെരുപ്പൊന്നുമില്ല. എന്താണ്? തല്ലണം. തല്ല നമുക്ക് തല്ലണ്ടല്ലോ.
അല്ല വേണ്ട ഇല്ല വേണ്ട ഇന്ന് തല്ലണം എന്നൊക്കെ ഉള്ളവരൊന്ന് കൈയൊന്നിച്ചത് അവിടെ പാടാം. താങ്ക് യു. ഏതായാലും നല്ല എനർജിയും നല്ല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഉഷാറാക്കണ്ടേ ഈ വേദിയില് ഒരു 2 സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കേൾക്കുവോ? ഒന്നാമത്തെ സന്തോഷ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ടും ഷെയറിങ്ങും എല്ലാ പ്രോത്സാഹനം കൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ട് 1 മില്യൺ ഫോളോവേഴ്സ് അടിച്ചു. രണ്ടാമത്തെ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ടും ഇതൊക്കെ അതിൽ AMLP സ്കൂള് ചെരക്കാപ്പറമ്പ് ഈസ്റ്റ്. നിങ്ങൾ എനർജി ഒന്ന് കേക്കട്ടെ, ഒന്ന് ആർത്താം. അടിപൊളി, താങ്ക് യു. ഉണ്ടായിക്കോട്ടെ, അത് നല്ലേ. അതിന് ഒച്ചല്ലാതെ കേൾക്കണം, എന്നാലാണ് അടിക്കൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഒരുപാട് സ്കൂളിൽ പോകുമ്പോ നമ്മളോട് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ഇത് കുട്ടികളെ അനുകരിക്കലുണ്ട് ഇല്ലേ? പറഞ്ഞാ പോരെ. അപ്പൊ കുറെ കുട്ടികള് ബെഞ്ചുമ കയറിയിട്ട് ചാടി അടിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യോ? ചെയ്യരുത്. അത് റീലാണ്, റിയൽ അല്ല. അപ്പൊ എന്താ വർത്താനം പറയാതെ പൊടിക്ക് പോയാൽ എന്തായാലും നമ്മളെ വീഡിയോയിലുള്ള ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അത് തുടങ്ങാം അല്ലെ? നിങ്ങള് ഞങ്ങൾ വീഡിയോസ് എല്ലാം കാണില്ലേ? ജാൻമണി എന്ന് പറഞ്ഞ വീഡിയോ കണ്ടവരൊക്കെ കൈവക്കി. കൊമ്പക്കാട് പോയ വാതിൽ തുറക്കേ ഇന്നയ്ക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ് വാതിൽ തുറക്കിയത് ജുമ്മക്കോളാ നേരായി. ഉണ്ണക്കൊണ്ണി ഒരറ്റത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അത് എന്റെ അമ്മ കൊച്ചുപുള്ളിയെ കുളിച്ചു ചാച്ചാറില്ല. പിന്നെ ലച്ചു എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്ക് പറ്റില്ല, എനിക്ക് പോണം. അയാളല്ല എന്നോടാണ്. നല്ലൊരു കൈവരിച്ചാണ് പോരെ. വേദിയിൽ നിൽക്കുന്ന ഡയറക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ. എന്താണ് മധ്യക്ഷൻ? പിന്നെ അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്വഭാവമുണ്ട്, സൗണ്ട് മാറും. പിന്നെ പലതും പറഞ്ഞു കൊടുക്കും. ഒന്ന് ഹലോ ആണ്, ഹലോ കുറച്ചും കൂടെ എടുത്തിരുന്ന നീ തല്ലില്ല. ഹലോ ഹലോ ബാസ് വിട്ട് പറയാം. ഹലോ അയ്യ, ഒരു സിനിമ നടന്റെ സൗണ്ട് ഉണ്ടായി. കുതിരവട്ടം പപ്പുചേട്ടൻ കിട്ടും. കുതിരവട്ടം പപ്പുചേട്ടന് ഹലോ ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 അറിയില്ല. അല്ല അതുകൊണ്ടല്ല, അത് ഉമ്രക്ക് പോവാന്നാണ് ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് അതിന് അത്ര സങ്കടം വന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതില് ആ വീഡിയോ എടുത്തപ്പോ തന്നെ ഞാൻ കേക്ക് പറയുന്നതേ, ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ എന്റെ പച്ചീനെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ആ വീഡിയോ എടുത്തത്. ആരാ കൊടുത്തത്? അപ്പൊ അതല്ലേ ഞാൻ പറയുന്നത്. ഞാനേ സത്യമാണ്. അതായത് അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ട് നോക്കുമ്പോ ഇവനോട് ഞാനാണ് പറഞ്ഞത്, ഇങ്ങനെ ചങ്കിൽ വന്നാണ് കൈ വെച്ചിക്കാണ്ട് ഡയലോഗ് പറയാന്. അതിലിപ്പം പറയാണ് അത് കഴിഞ്ഞിട്ട് പറയും സങ്കടം വന്നിട്ട് എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ ചെയ്യുക. അപ്പൊ അതൊക്കെ സപ്പോർട്ട് ഉണ്ടാകുക. ഒരുപാട് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും. അപ്പൊ ഇനി എന്താ കാട്ടണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം, ഇവരൊക്കെ എല്ലാവരും ഇങ്ങനെ നിൽക്കണേ, നിങ്ങൾ മാത്രത്തെ ഇങ്ങനെ നേരെ നിൽക്കുക. ടെൻഷൻ. ഒരു കാര്യം ചെയ്യാ, നമ്മളെ കൊമ്പങ്ങാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയല്ലേ? എല്ലാരും കൂടെ പാടുമോ? റെഡി?
കൊമ്പങ്ങോട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാട്ടേണ് കൊമ്പത്തിരുന്ന് പാട്ടേണ് പാട്ടേണ് മതി പാടിയ ഇത് നേരെ എന്നിട്ട് നോക്കിയാണ് ഇപ്പച്ചിനെ തല്ലിയത് നേരത്തെ ഇപ്പച്ചി ഒരു കാര്യം പറഞ്ഞ് കേട്ടിനോ? എന്താ പറഞ്ഞേ? ആരും അനുഗ്രഹിക്കരുത് എന്ന് പറഞ്ഞല്ലോ. വേണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാ, എല്ലാരും കൂടി പാട്ടും ഡാൻസൊക്കെ ആയാലോ? എല്ലാ സപ്പോർട്ടും തമ്മർത്തി വെക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയണ പാട്ടുകളാണ്. ഞങ്ങൾ എന്താ പോകുന്ന വരുന്ന വഴിക്ക് കുറച്ച് പാട്ടുകൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതില് ചിലപ്പോ തെറ്റുകളൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. അങ്ങനൊന്നുമില്ല, ഇവരൊക്കെ നമ്മളൊപ്പം കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യമില്ലേ? പേടിയല്ലേ? പാട്ട് പാടൂല്ലേ? അതാണ് ഒരു നല്ലൊരു കൈയടി അടിച്ചാണ്. ഹലോ ഹലോ